ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു കേക്ക് ഉണ്ടാക്കാൻ പോകും. അതായത് റഷ്യൻ മഡോവിക് ഹണി കേക്ക്. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് നമുക്ക് വീഡിയോ കണ്ടിട്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഹണി കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന പേരിലുണ്ട് ഹണി. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് വേണ്ട രണ്ട് എഗ്ഗ്, അതിൻ്റെ അകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ബട്ടർ എസൻസ്, ഇത്രയും കൂടി ഇട്ട് നമുക്ക് ശരിക്കും ബീറ്റ് ചെയ്യാം. അത് ഈ മിക്സ് ഒരു ചെറിയ ഹാർഡായി വരുന്നതിനടുത്തേക്ക് നമുക്ക് നോക്കാം. നമ്മൾ ബീറ്റ് ചെയ്തതിനനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നമ്മുടെ എന്തോരം മിക്സ് എന്തോരം ഹാർഡാകുന്നു. അപ്പോൾ അതൊന്ന് ടൈറ്റായി വരുന്നതിനനുസരിച്ച് നമുക്ക് മിക്സിൽ നിന്ന് നിർത്താം. അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് സ്റ്റൗവിൽ ചെറിയ ഫ്ലെയിം സ്ലിമ്മിലിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു 50 ഗ്രാം ബട്ടർ നമുക്ക് മെൽറ്റ് ചെയ്യിപ്പിക്കണം. എപ്പോഴും ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് എടുക്കണം. അതായത് നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പറയുന്ന കറക്റ്റ് മെഷർമെൻറ്റ് എടുത്താൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. സോ മെഷർമെൻറ്റ് ഇതിൻ്റെ മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് തിങ്ങാണ്. അതിൻ്റെ അകത്തേക്ക് ഒരുമാതിരി മെൽറ്റായി വരുന്നതിൻ്റെ അകത്തേക്ക് നമുക്കിനി അടുത്ത് ഹണി ഒരു 75 ml ഹണി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറും ഹണിയും കൂടിയും കിടന്ന് ശരിക്കും ഒന്ന് മെൽറ്റായി ഡൈലൂട്ടാണ്. നമ്മുടെ രണ്ടും കൂടി ഒരുമാതിരി മെൽറ്റായി സെറ്റ് ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കൊരു 6 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ക്യാരമൽ ഉണ്ടാക്കുവാണ്. ആ ക്യാരമൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒന്ന് സെറ്റായി വരേണ്ട നമുക്ക് ഫ്ലെയിം ഞാൻ ഇപ്പോഴും പറയാം, സ്ലിമ്മിലേ നമ്മൾ ഇടാവുള്ളൂ. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ആകട്ടെ എന്ന് പറഞ്ഞാൽ ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ചെയ്യരുത്. സ്ലിമ്മിലിട്ട് ടൈം എടുത്ത് ഇത് ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മുടെ ക്യാരമലൊക്കെ ഒരുമാതിരി ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. ആ ക്യാരമലൊക്കെ ഒന്ന് ശരിക്കും മെൽറ്റായി ഒന്ന് സെറ്റാവുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇനി അടുത്ത് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മളത് ഇളക്കുന്നത് നിർത്താനേ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം അത് ചെറിയൊരു കളർ ചേഞ്ച് വരും. ആ യെല്ലോ ഷെയ്ഡിൽ നിന്ന് ഒരു റെഡിഷ് കളറിലേക്ക് വരും. അപ്പം അങ്ങനെ ആയി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി ആ ഫ്ലെയിമിൽ നിന്ന് മാറ്റി നമ്മൾ ഫ്ലെയിം മാറ്റി വെച്ചിട്ട് പിന്നെയും നമ്മൾ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഫ്ലെയിമിൽ നിന്ന് മാറ്റിയാലും നമ്മൾ നിർത്തരുത്, കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ എഗ്ഗ് മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ച് ഒറ്റയ്ക്ക് ഒഴിക്കരുത്, ഒരു ശകലമായിട്ട് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ടോട്ടൽ മിക്സിങ് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് ശരിക്കും മിക്സ് ചെയ്യണം. ഒരുമാതിരി എല്ലാം മിക്സ് ആയതിനു ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു 2 കപ്പ് മൈദ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. അന്നേരവും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം, ഇളക്കിക്കൊണ്ടേയിരിക്കണം, നിർത്താനേ പാടില്ല. അത് ചെറിയൊരു ചൂടുണ്ട് ഇപ്പോൾ ഓൾറെഡി. ആ ചൂടുള്ളപ്പം തന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം പക്ക ലിക്വിഡായിട്ടിരുന്നാലും കുഴപ്പമില്ല. അതിപ്പം ക്യാരമലൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൂളാകുന്നതിനനുസരിച്ച് അത് ജസ്റ്റ് ഒന്ന് ഹാർഡാക്കിയോളൂ, ഒന്ന് ടൈറ്റ് ആക്കിയോളൂ അതിൻ്റെ മിക്സ്. കഴിയുമ്പോഴേ നമ്മൾ ആ കൈ കൊണ്ട് തന്നെ നമ്മൾ നോർമൽ ചപ്പാത്തിക്ക് നമ്മൾ എങ്ങനെ മിക്സ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ കുഴയ്ക്കുന്നു, അതുപോലെ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. ചെറിയൊരു ചൂട് കാണത്തുള്ളൂ. അതിൽ നമ്മൾ ശരിക്കും ഒന്ന് ഇപ്പം ഒരു ടൈറ്റ് ഇല്ലാണ്ട് പക്ക ലിക്വിഡായിട്ടിരിക്കുന്നെങ്കിലും കുഴപ്പമില്ല, വേറെ ഒന്നും ചെയ്യാൻ പോകണ്ട. ജസ്റ്റ് നമ്മളത് മിക്സായി ഒന്ന് തണുത്ത് വരുമ്പോൾ അതൊന്ന് ഹാർഡാകും. നമ്മളതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ക്ലീൻ റാപ്പിൻ്റെ അകത്തേക്ക് നമ്മുടെ മിക്സ് വെച്ചൊരു 1/2 hour നമുക്കൊന്ന് തണുപ്പിക്കാൻ നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാം. അപ്പം ക്ലീൻ റാപ്പിൻ്റെ അകത്താണ് നമ്മൾ ഇത് റെഡിയാക്കി നമ്മൾ ഫ്രിഡ്ജ് വയ്ക്കുക ഒരു 1/2 hour. അപ്പോൾ
ഹാഫ് അവർ കഴിഞ്ഞ് നമ്മുടെ അതിൽ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ ജസ്റ്റ് നേരത്തെ ഉണ്ടായതിനേക്കാളും കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ആ മിക്സ് ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നായിട്ട് നമുക്ക് ഓരോരോ ബോൾസ് ആയിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. നമ്മളിപ്പോൾ ടോട്ടൽ 9 ബോൾസാണ് എടുക്കുന്നത്. അപ്പം 9 ബോൾ എടുക്കുമ്പോൾ 9 ലെയർ നമുക്കുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മളപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് പതി, അതായത് നമ്മൾ കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആയി, നമ്മളിപ്പോൾ ഓൾറെഡി അത് മൈദയും ബട്ടറും ക്യാരമലും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പക്ക ഹാർഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. നമ്മൾ പകുതിയെ ശരിക്കും സ്ലോലി ആയിട്ട് തന്നെ നമ്മൾ ഒരു റൗണ്ട് ഷേപ്പ് ആക്കുക. റൗണ്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം നമ്മൾ കറക്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാത്രം, സ്റ്റീലിൻ്റെ എന്തെങ്കിലും കറക്റ്റ് ഷാർപ്പായിട്ടുള്ള പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് റൗണ്ട് ഷേപ്പ് ആക്കാം. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് സെയിം സൈസ് തന്നെയാണ്. അതുകൊണ്ട് മാക്സിമം നല്ലത് നമ്മളൊരു പാത്രത്തിൻ്റെ തന്നെ കട്ട് ചെയ്ത് നമ്മൾ അതിൽ നിന്ന് തന്നെ വിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഒരേ സെയിം സൈസ് കിട്ടും. എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഫോർക്ക് വെച്ച് നമ്മൾ എല്ലാത്തിലും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ബേക്ക് ആകാനും, അതുപോലെ തന്നെ നമ്മൾ ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് പൊങ്ങി ഒന്നും പറ്റാതിരിക്കാനാണ് നമ്മൾ ജസ്റ്റ് ഈ ഫോർക്ക് വെച്ച് നമ്മൾ ഇത് ചെയ്യുന്നത്. ബേക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 4 മിനിറ്റാണ് നമുക്ക് ഈ പാൻ കേക്ക് നമുക്ക് ബേക്ക് ചെയ്യേണ്ട ടൈം. ആ ബേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബട്ടർ പേപ്പറിൽ നമുക്ക് സ്റ്റിക്കായിട്ടുണ്ടാവും. നമ്മൾ അതിൽ നിന്ന് പൊട്ടിപ്പോകാത്ത രീതിയിൽ തന്നെ നമ്മൾ മാക്സിമം എടുക്കാൻ നോക്കുക. അത് പക്ക നോക്കിയാണ് നമുക്ക് എടുക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് പാൻ കേക്ക് ഓടിക്കുന്ന ചാൻസ് നല്ല രീതിയിലുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അത് നമുക്ക് ഈ പാൻ കേക്ക് സോക്ക് ചെയ്യാനുള്ള ഷുഗർ സിറപ്പ്. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് 1 കപ്പ് വാട്ടർ, അതിൻ്റെ അകത്തേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ, അതിൻ്റെ അകത്തേക്ക് 1 പിഞ്ച് സാൾട്ട്. ഇത്രയും കൂടി ഇട്ടാണ് നമ്മളിതൊന്ന് ബോയിൽ ചെയ്യുന്നത്, ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത്. നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട കാര്യമില്ല, നമ്മൾ സ്ലിമ്മിൽ ചെയ്യാനായിട്ടാണ് നമ്മളിത് ബോയിൽ ചെയ്യുന്നത്. ഫസ്റ്റ് ഈ വീപ്പിംഗ് ക്രീം റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊരു 50 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഷുഗർ പൗഡറും കൂടിയിട്ട് നമ്മൾ ശരിക്കും മിക്സ് ചെയ്യണം. നമുക്കിനി ശരിക്കും ബീറ്റ് ചെയ്യണം. നമ്മളിപ്പം ശരിക്കും ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് തരിയോ അങ്ങനെയുള്ളതൊന്നും കാണത്തില്ല. അത് ഒട്ടും തരി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി അതിനകത്ത് ഷുഗർ പൗഡർ ആഡ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ആ മിക്സ് ഒരുമാതിരി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത് യൂസ് ചെയ്യുന്നത് റോയൽ വിപ്പിംഗ് ടോപ്പിംഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വിപ്പിംഗ് ക്രീമായിട്ട്. ഇത് പക്ക ലിക്വിഡായിട്ട് ഇരിപ്പുണ്ട്. നമ്മളത് ബീറ്റ് ചെയ്ത് നമുക്കതിന് ഹാർഡാകും. അപ്പം ഹാർഡായെന്ന് പറയുമ്പം ഏറ്റവും ലാസ്റ്റ് നമുക്ക് കാണാം എന്തോരം ഹാർഡാകുന്നുണ്ടെന്നത്. നമ്മൾ ശരിക്കും ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കണ്ടാകും. ഇപ്പോൾ ആ ക്രീം ശരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുമാതിരി നമുക്ക് ടൈറ്റായി വന്നിട്ടുണ്ടാകും. ലാസ്റ്റ് ആ പാത്രം നമ്മൾ തിരിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് താഴെ പോകത്തില്ല, അത്രയ്ക്കും ടൈറ്റാകും ആ വിപ്പിംഗ് ക്രീം കയറി. നമ്മൾ ആ മിക്സ് ചെയ്യുന്നതിനനുസരിച്ചാണ് വിപ്പിംഗ് ക്രീം ടൈറ്റ് ആകുന്നത്. ആ ടൈറ്റ് ആയതിൻ്റെ അകത്തേക്ക് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ക്രീം ചീസും ആ മിക്സ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യണ്ട, നമ്മൾ ജസ്റ്റ് ആ സ്പൂൺ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് എടുത്താൽ മതി. ശരിക്കും എല്ലായിടത്തേയും കൂടി ആ രീതിയിൽ ശരിക്കും നമ്മൾ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഹണി നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മൾ 3 ടേബിൾ സ്പൂൺ ഹണിയും കൂടി ചേർത്ത് നമ്മൾ ശരിക്കും ഡൈല്യൂട്ട് ചെയ്യണം. നമ്മുടെ മെയിൻ ഹണി കേക്ക് ആയതുകൊണ്ട് നമുക്ക് ശരിക്കും ഇതിൻ്റെ അകത്ത് ഹണിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി സോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആ ഷുഗർ സിറപ്പിൻ്റെ അകത്തേക്ക് നമ്മൾ ഹണി ആഡ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ആ കേക്ക് നമുക്ക് സോക്ക് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ സോക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിന് ബാക്ക് സൈഡിൽ ഹണി നമ്മൾ ശരിക്കും കൊടുക്കുക. അപ്പം കൊടുക്കുമ്പോൾ ആ സിറപ്പ് കൊടുത്തു കഴിയുമ്പോഴേക്കും ശരിക്കും സോക്കാവുകയും ചെയ്യും, അകത്തേക്ക് എല്ലായിടത്തേക്ക് ശരിക്കും സിറപ്പ് സാക്കാവുകയും ചെയ്യും. എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ ടോപ്പ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് നമ്മൾ ബാക്ക് ചെയ്യുന്നു, അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ബേസിലേക്ക് വയ്ക്കുമ്പോൾ നമ്മൾ തിരിച്ച് വയ്ക്കും. അതായത്
ഷുഗർ സിറപ്പ് ആദ്യം വെച്ചിടം താഴെ വന്ന് മറ്റേ ടോപ്പ് വരും. അത് ശരിക്കും സ്മൂത്ത് ആയിരിക്കും. ടോപ്പ് പറഞ്ഞത് ശരിക്കും സ്മൂത്ത് ആയിരിക്കും. അവിടെ ഇപ്പോൾ അത്രയ്ക്കും ഡീപ്പായിട്ട് ഷുഗർ സിറപ്പ് ഇറങ്ങത്തില്ല. അപ്പം ശരിക്കും താഴെ നമ്മൾ കൊടുക്കുന്നത് ശരിക്കും സോക്കായിട്ടുണ്ടാവും. അത് കഴിയുമ്പോഴേക്കും നമുക്ക് പൈപ്പിംഗ് ബാഗിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മുടെ ഓൾറെഡി എടുത്ത് വെച്ചിരിക്കും വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ലെയറായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഈ പൈപ്പിംഗ് ബാഗ് വഴി ആകുമ്പോഴത്തേക്ക് എല്ലായിടത്തേക്കും ഒരേ ലെവലിൽ ചെല്ലുകയും ചെയ്യും. ഒരിടത്ത് കുറഞ്ഞു പോയാൽ കൂടിപ്പോയി അങ്ങനെ വരത്തില്ല. നമുക്ക് എല്ലായിടത്തേക്കും ഒരേ ലെവലിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ ടോട്ടൽ 9 ലെയറുണ്ട്. ആ 9 ലെയറും നമ്മൾ ഈ സെയിം പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും ബാക്ക് നമ്മൾ ഫസ്റ്റ് സോക്ക് ചെയ്യുന്നു, അത് കഴിയുമ്പോഴേക്ക് ടോപ്പിൽ സോക്ക് ചെയ്യുന്നു, അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്ത് ഫുൾ നമ്മൾ കറക്റ്റ് ക്ലിയർ ചെയ്യും. ഈ കേക്കിന് ശരിക്കും പറഞ്ഞാൽ ഹൈറ്റ് ശകലം കൂടുതലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കേക്കൊക്കെ നമ്മുടെ നോർമലൊക്കെ കാണുന്ന കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ലെയർ ആയിരിക്കും കാണുന്നത്. ഇതിപ്പം 9 ലെയർ ഉള്ളതുകൊണ്ട് കേക്കിന് ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. അങ്ങനെ ടോട്ടൽ എല്ലാ ലെയറും നമ്മളെല്ലാം റെഡിയാക്കി സെയിം പ്രോസസ്സ് യൂസ് ചെയ്ത് നമ്മളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വിപ്പിംഗ് ക്രീം ഇപ്പം ടോപ്പെല്ലാം കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമുക്ക് സൈഡ് വഴി ഫുള്ള് ക്ലിയർ ചെയ്യണം. അതായത് സൈഡ് നമുക്ക് ആ കേക്കിന് ഫുള്ള് നമുക്ക് സൈഡ് ഫുള്ള് ഈ വിപ്പിംഗ് ക്രീം വെച്ച് നമുക്ക് കവർ ചെയ്യണം. അപ്പം അതിന് ഇതുപോലെ തന്നെ പൈപ്പിംഗ് ബാഗ് വെച്ച് തന്നെയാണ് നമ്മൾ ചുറ്റും നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ റൗണ്ട് വരച്ചതിന് ശേഷം നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കറക്റ്റ് ലെവൽ ചെയ്യാം. ഇത് ഒരുമാതിരി ലെവലായി എല്ലാം സെറ്റ് ആയതിനു ശേഷം നമുക്കൊരു ഹാഫ് അവറോളം നമുക്ക് ഫ്രിഡ്ജിലൊന്ന് തണുപ്പിക്കാൻ വയ്ക്കാം. അതാകുമ്പോഴേക്കും നമുക്ക് വിപ്പിംഗ് ക്രീമും എല്ലാം നമുക്ക് ശരിക്കും ഒന്ന് സെറ്റായിക്കോളാം കേക്കിൻ്റെ അകത്തേക്ക്. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഇത് ഹണി കേക്ക് അല്ലേ, നമുക്ക് ഹണി കേക്കിൻ്റെ അകത്ത് ഒരു കാണാൻ ലുക്കിന് വേണ്ടി നമുക്ക് ഹണിക്കോമ്പ് റെഡിയാക്കാം. ആ ഹണിക്കോമ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് എപ്പോഴും നമ്മൾ ഡബിൾ ബോയിലാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ഹീറ്റ് ചെയ്യുകയോ ബോയിലോ ചെയ്യത്തില്ല. അതായത് ഡബിൾ ബോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു വെള്ളം ചൂടാക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വരുന്ന ആവിയുടെ ടോപ്പിൽ നമ്മളൊരു പാത്രം വെച്ച് അതിലാണ് ചോക്ലേറ്റ് ഇട്ട് അതിലാണ് നമ്മളിത് ഡൈലൂട്ട് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ഇത് ചെയ്യത്തില്ല. അങ്ങനെ നമ്മളായി കഴിയുമ്പോഴത്തേക്ക് ഹണിക്കോമ്പിന് നമുക്കൊരു യെല്ലോ ഷെയ്ഡ് കൊടുക്കാം. അപ്പോൾ അതിന് നമുക്ക് കളർ കൂടി ഇതിൻ്റെ ആഡ് ചെയ്ത് നമുക്ക് ശരിക്കും മിക്സ് ചെയ്ത് നമുക്ക് ആ ചോക്ലേറ്റ് ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നു. ശരിക്കും നമ്മൾ മിക്സ് ചെയ്യണം. തരിയോ അങ്ങനെയൊന്നും വരില്ല. അതുകൊണ്ട് നമ്മൾ ശരിക്കും സ്പൂൺ വെച്ച് നമ്മൾ ക്ലോക്ക് വൈസ് തന്നെ നമ്മൾ ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഷോപ്പിലൊക്കെ ഇപ്പം കിട്ടുന്ന നമ്മുടെ ബബിൾ ഷീറ്റിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ് നമുക്ക് ചൂട് ഒരുമാതിരി പോയതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് നമ്മൾ സ്പൂൺ വെച്ച് തന്നെ എല്ലായിടത്തേക്ക് കറക്റ്റായിട്ട്, അതായത് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഷീറ്റ് ആ കേക്കിൻ്റെ ലെന്തും ഹൈറ്റും നോക്കിയതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട്. അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒരു ലെയർ ഇട്ട് ആ ലെയർ ഒരുമാതിരി ഉണങ്ങിയതിന് ശേഷം നമ്മൾ രണ്ടാമത് പിന്നെയും ലെയർ ഇടും. ടോട്ടൽ 2 ലെയറാണ് ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ഇടുന്നത്. അല്ലാണ്ട് ഒറ്റ ലെയർ കൊണ്ട് നമുക്ക് ഒരിക്കലും കറക്റ്റ് ഇത് കിട്ടത്തില്ല. അപ്പം ജസ്റ്റ് ഒന്ന് ഉണങ്ങി വന്നതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ കൂടെ ഇടാം. അത് കഴിഞ്ഞ് നമുക്ക് ടോപ്പിലുള്ളതിനും കറക്റ്റ് റൗണ്ട് ഷേപ്പിനെ കട്ട് ചെയ്ത് അത് നമുക്ക് ഇതുപോലെ തന്നെ ചോക്ലേറ്റ് നമുക്ക് അതിൽ അപ്ലൈ ചെയ്ത് റെഡിയാക്കാം. അത് കഴിയുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജ് വെച്ചിരുന്ന കേക്ക് പുറത്തെടുത്തതിന് ശേഷം ഉണങ്ങിയ ഇതിപ്പോൾ ഓൾറെഡി ഒരു 10 minutes കൊണ്ട് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് പുറത്തിരിക്കുമ്പോൾ ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ആ കേക്കിൻ്റെ കറക്റ്റ് ലെന്തും ഹൈറ്റും എല്ലാം കറക്റ്റ് സൈസ് കറക്റ്റ് വെച്ച് നോക്കി ഓക്കെ എന്ന് തോന്നിക്കഴിയുമ്പോൾ മാത്രം നമ്മൾ പ്രസ് ചെയ്യാറുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പാടാം. സോ എല്ലാം കറക്റ്റ് ഒന്ന് ഓക്കെ തോന്നിക്കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് ശരിക്കൊന്ന് കേക്കിലേക്ക് പ്രസ് ചെയ്യുക. എന്നിട്ടൊരു 10 minutes കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ബബിൾ ഷീറ്റ് പതിയെ നോക്കി നമുക്ക് എടുക്കാം, റിമൂവ് ചെയ്യാം. അതല്ല പെട്ടെന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഒടിയാനും പൊട്ടാനൊക്കെ ചാൻസ് ആണ്. സോ അത് നമ്മൾ മാക്സിമം ടൈം എടുത്ത് വേണം ബബിൾ ഷീറ്റ് റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ബബിൾ ഷീറ്റ് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ബബിൾ ഇരിക്കുന്നവരൊക്കെ ജസ്റ്റ് ഹോളായിട്ട് നമുക്ക് കാണാം. ഫോണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേക്കിൻ്റെയൊക്കെ ടോപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിസൈനോ എന്തെങ്കിലും ഷേപ്പോ സ്റ്റാച്ചു എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കി കണ്ടാണ്. അതൊക്കെ ഉണ്ടാക്കുന്ന ഈ ഫോണ്ടന്റ് യൂസ് ചെയ്യണം. ഫോണ്ടന്റ് എന്ന് പറയുന്നത് ഈറ്റബിളാണ്. അപ്പം ഇത് ജസ്റ്റ് ഒരു ചൂയിങ് ടൈപ്പ് ആയിരിക്കും നമുക്ക് ചവയ്ക്കുമ്പോഴത്തേക്ക്.
ഇത് നമുക്ക് വൈറ്റ് കളറിലായിരിക്കും കൂടുതലും കിട്ടുന്നത്. വൈറ്റ് കളറിലാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിന് നമുക്ക് സ്യൂട്ട് ചെയ്ത് നമുക്ക് റെഡിയാക്കാൻ പറ്റും. സോ നമുക്ക് വൈറ്റ് വാങ്ങി വയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മളിപ്പോൾ ഇത് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹണികോംബ് ഉണ്ടാക്കി, അപ്പോൾ നമുക്കൊരു ഹണി ബീം കൂടി വേണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഫോണ്ടൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഓരോ കളർ നമ്മൾ ആഡ് ചെയ്ത് ഡിഫറെൻറ്റ് കളറിൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഒരുമാതിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിലൊക്കെ എല്ലാം ആ കറക്റ്റ് ഹോൾസ് ഉണ്ട്. അതിൻ്റെ അകത്തേക്കൊക്കെ നമുക്ക് ഹണിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കറക്റ്റ് ഒരു ഹണികോംബ് നമുക്ക് സെറ്റാക്കാം. അങ്ങനെ നമ്മുടെ ഹണി ബീ ഫോണ്ടൻറ്റ് വെച്ചുണ്ടാക്കിയ ഹണി ബീം, വൈറ്റ് ചോക്ലേറ്റ് വെച്ച ഹണി കോമ്പും, അതിൻ്റെ അകത്ത് മൊത്തം ഹണിയും, നമ്മുടെ അകത്ത് ടോട്ടൽ 9 ലെയറിലുള്ള പാൻ കേക്കും എല്ലാം വെച്ച് നമ്മുടെ റഷ്യൻ മെഡോവിക് ഹണി കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട് കണ്ടിട്ട്? കേക്ക് അതിൻ്റെ മേക്കിംഗ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാനും മറക്കരുത്.